ഈ സെഷനിൽ സംസാരിക്കുന്ന ഓഹരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുറഞ്ഞ PE റേഷ്യോ ആണ്. വില 110 രൂപയ്ക്ക് താഴെ മാത്രമേ ഉള്ളൂ. ചിലരൊക്കെ പറയാറുണ്ട് അഫോർഡബിൾ ആയ അല്ലെങ്കിൽ കുറഞ്ഞ വിലയുള്ള ഷെയർസിനെ കുറിച്ച് പറയണമെന്ന്. അത്തരത്തിൽ കുറഞ്ഞ വിലയുള്ള ഓഹരികൾ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് പറ്റാവുന്ന റിസ്ക് സാധ്യതയാണ് ഇവിടെ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. കമ്പനി പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രി വെച്ച് തന്നെ തുടങ്ങാം. ഇന്ത്യയിലെ ഷോപ്പിംഗ് മേഖല വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ്. ആളുകൾ സാധനങ്ങൾ വാങ്ങുന്ന രീതിയിലും അതിനായി ചിലവാക്കുന്ന പണത്തിലും വലിയ വർധനവാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് പ്രശസ്ത കൺസൾട്ടിംഗ് ഗ്രൂപ്പായ BCG പറയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട 5 സമ്പദ് വ്യവസ്ഥകളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വളരുന്നത് നമ്മുടെ ഇന്ത്യയാണെന്നാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഏകദേശം 95 ലക്ഷം കോടിയായി നിൽക്കുന്ന നമ്മുടെ വിപണി 2035 ആകുമ്പോഴേക്കും 215 ലക്ഷം കോടി കടക്കുമെന്നാണ്. അതായത് വെറും 10 വർഷം കൊണ്ട് വിപണി ഇരട്ടിയിലധികം വളരുമെന്ന് ചുരുക്കം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ വിപണിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ കൂടുതൽ പണം ചിലവാക്കുന്നു എന്നത് മാത്രമല്ല, അവരുടെ ഷോപ്പിംഗ് രീതികളിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. AI ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ തിരയൽ, ഓൺലൈനായിട്ടും നേരിട്ടും സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യം, ഡിജിറ്റൽ പേയ്മെന്റുകൾ എന്നിവ ഷോപ്പിങ്ങിനെ ആകെ മാറ്റിമറിച്ചു. രാജ്യത്തെ മികച്ച സാമ്പത്തിക വളർച്ചയും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ വർധനവും വലിയ ബ്രാൻഡുകൾക്ക് വളരാൻ നല്ലൊരു അവസരമാണ് നൽകുന്നത്. മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല, ചെറിയ നഗരങ്ങളിലും ഇപ്പോൾ നല്ല ഉൽപ്പന്നങ്ങൾക്കായി വലിയ ആവശ്യക്കാരുണ്ട്. കുറഞ്ഞ വിലയേക്കാൾ നല്ല ഗുണമേന്മയുള്ള പ്രീമിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാനും സൗകര്യപ്രദമായി ഷോപ്പിംഗ് നടത്താനുമാണ് ഇന്നത്തെ ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുന്നത്. ചുരുക്കത്തിൽ ഷോപ്പിംഗ് എന്നത് വെറുമൊരു വാങ്ങൽ എന്നതിലുപരി ഒരു പുതിയ അനുഭവമായി മാറിക്കഴിഞ്ഞു. ഇത് റീറ്റെയിൽ, ഫാഷൻ, ഗ്രോസറി, ഇലക്ട്രോണിക്സ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വലിയ വളർച്ചാ സാധ്യതകൾ തുറന്നു നൽകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിപണിയിലെ ഈ മുന്നേറ്റം ഗുണകരമാകാൻ സാധ്യതയുള്ള ധാരാളം കമ്പനികളുണ്ട്. ആ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കമ്പനി സായി സിൽക്സ് ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ എത്നിക് വസ്ത്ര വ്യാപാരികളിൽ ഒന്നാണ് സായി സിൽക്സ്. ആദ്യം നമുക്ക് കമ്പനിയുടെ പോസിറ്റീവ് വശങ്ങളൊന്ന് നോക്കാം. പ്രധാനമായും സാരികളിലും വാല്യൂ ഫാഷനിലുമാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അൾട്രാ പ്രീമിയം സാരികൾ, ലഹങ്കകൾ, പുരുഷന്മാരുടെയും കുട്ടികളുടെയും എത്നിക് വസ്ത്രങ്ങൾ, കുറഞ്ഞ നിരക്കിലുള്ള ഫാഷൻ വസ്ത്രങ്ങൾ എന്നിവ ഇവർ വാഗ്ദാനം ചെയ്യുന്നു. കമ്പനിയുടെ ബിസിനസ്സിൽ പ്രധാന പങ്കും സാരികൾക്കാണ്. 2025 സാമ്പത്തിക വർഷത്തിലെ ആകെ വരുമാനത്തിന്റെ 71% സാരികളിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ കാഞ്ചീപുരം ബ്രാൻഡാണ് കമ്പനിയുടെ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 24 നഗരങ്ങളിലായി 81 ഫിസിക്കൽ സ്റ്റോറുകൾ കമ്പനി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനമെങ്കിലും 25 സംസ്ഥാനങ്ങളിലും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇവർക്ക് ഉപഭോക്താക്കളുണ്ട്. പ്രതിദിനം ശരാശരി 7570 ഓൺലൈൻ സന്ദർശകരുള്ള കമ്പനിയുടെ ശരാശരി ഓർഡർ മൂല്യം 5673 രൂപയാണ്. സാമ്പത്തിക പ്രകടനം നോക്കിയാലും ഈ വർഷം കമ്പനിയുടെ വരുമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് 13% വർദ്ധിച്ച് 1654 കോടി രൂപയായി. അതേസമയം സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 3% മാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത്. വരമഹാലക്ഷ്മി സിൽക്സ്, വള്ളി സിൽക്സ് എന്നീ ഫോർമാറ്റുകളാണ് പ്രധാനമായും ഈ വളർച്ചയ്ക്ക് സഹായിച്ചത്. ഒരു ചതുരശ്ര അടിയിൽ നിന്നുള്ള ശരാശരി വരുമാനം 21,070 രൂപയും ഒരു സ്റ്റോറിൽ നിന്നുള്ള ശരാശരി വരുമാനം 20 കോടിയുമാണ്. എബിഡ 23% വർദ്ധിച്ച് 261 കോടിയായപ്പോൾ മാർജിൻ 128 ബേസിസ് പോയിന്റ് വർദ്ധിച്ച് 15.8%. ഇതിന്റെ ഫലമായി അറ്റാദായം 65% വർദ്ധിച്ച് 141 കോടി രൂപയായി. വരുന്ന വർഷം ഏകദേശം 1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണം കൂടി റീറ്റെയിൽ മേഖലയിലേക്ക് ചേർക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട്. പ്രധാനമായും കർണാടകയിലും ബാംഗ്ലൂരിലുമായി കലാമന്ദിർ ഫോർമാറ്റിലൂടെയായിരിക്കും ഈ വളർച്ച. കൂടാതെ മഹാരാഷ്ട്ര പോലുള്ള പുതിയ സംസ്ഥാനങ്ങളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ കടബാധ്യതകളില്ലാത്ത കമ്പനി ആയതിനാൽ അടുത്ത 2-3 വർഷത്തേക്ക് വായ്പകളില്ലാതെ തന്നെ ആഭ്യന്തര പണ ലഭ്യതയിലൂടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എബിഡ മാർജിൻ 17.5% മുതൽ 18% മെച്ചപ്പെടുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. വരും കാല വരുമാന വളർച്ച കഴിഞ്ഞ തവണത്തെ 13%-ത്തേക്കാൾ കൂടുതലായിരിക്കുമെന്നും മാനേജ്മെന്റ് കരുതുന്നുണ്ട്. വിവാഹങ്ങൾ കൂടുതലായി നടക്കാൻ സാധ്യതയുള്ളതിനാൽ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് സമാനമായ രീതിയിലോ അതിൽ കൂടുതലോ ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. സ്വർണ്ണവില വർദ്ധിക്കുന്നത് വസ്ത്ര വ്യാപാര മേഖലയ്ക്ക് ഒരു പരോക്ഷ പ്രേരകമായിട്ട് അഥവാ ഇൻഡയറക്ട് കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുമെന്നും മാനേജ്മെന്റ് നിരീക്ഷിക്കുന്നുണ്ട്. ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി വരുമാനത്തിന്റെ 4% വരെ പരസ്യങ്ങൾക്കായി മാറ്റിവെക്കാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി റിസ്കിന്റെ സൈഡ് നോക്കാം.
വ്യവസായ മേഖലയിലെ കടുത്ത മത്സരവും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഫാഷൻ ശൈലികളുമാണ് പ്രധാന വെല്ലുവിളി. കൂടാതെ തെലങ്കാനയിലെ KLM ഫാഷൻ മാളുകളുടെ മോശം പ്രകടനം സംസ്ഥാനത്തെ മൊത്തം വളർച്ചയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ബ്രാൻഡ് സ്റ്റോറുകളുടെ 60 മുതൽ 65% തെലങ്കാനയിലാണ്. അതുപോലെ അതിവേഗത്തിലുള്ള സ്റ്റോർ വിപുലീകരണം ഭാവിയിൽ സ്റ്റോറുകളുടെ സംയോജനത്തിന് നിർബന്ധിതമാക്കിയേക്കാം. ഈ റിസ്ക്കും നിലനിൽക്കുന്നുണ്ട്. വിപണിയിലെ പ്രകടനം നോക്കാം. ലിസ്റ്റിംഗിന് ശേഷം വലിയ പ്രതീക്ഷ നൽകിയ ഓഹരി അതിന്റെ സർവകാല ഉയരത്തിൽ നിന്നും വളരെയധികം ഇടിഞ്ഞതായി കാണാം. ബിസിനസ്സിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും പ്രതീക്ഷിച്ച വളർച്ച കൈവരിക്കാഞ്ഞതുമൊക്കെ ഓഹരിയിൽ വലിയ ക്ഷീണമുണ്ടാക്കിയതായി കാണാം. ലിസ്റ്റ് ചെയ്ത ആദ്യ മാസങ്ങളിൽ 312 രൂപ വരെ ഉയർന്ന ഓഹരി പിന്നീട് കാലക്രമേണ ഇടിഞ്ഞു. പിന്നീട് 89 രൂപയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. നിലവിൽ 100 രൂപയ്ക്ക് മുകളിൽ തുടരുന്ന ഓഹരിയിൽ തിരിച്ചുവരവ് ഉണ്ടാകണമെങ്കിൽ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് കമ്പനി കൂടുതൽ വളർച്ച കൈവരിക്കുകയും ശക്തി ആർജിക്കുകയും വേണം. FIയുടെ ഭാഗത്തു നിന്നും ഒരു നിക്ഷേപം ഓഹരി ഇല്ല എന്ന് കാണാം. DII 20% ഓഹരി കൈവശം വെച്ചിരുന്നത് 8% കുറച്ചിട്ടുമുണ്ട്. ഇതൊക്കെ ഓഹരിയിലെ റിസ്ക് ഉയർത്തുന്നുണ്ട്. ഇനി ടെക്നിക്കൽ വശം നോക്കിയാൽ 95 രൂപ മുതൽ 100 രൂപ നിലവാരത്തിന് താഴേക്ക് പോവുകയാണെങ്കിൽ ഓഹരി ഇനിയും കൂടുതൽ ദുർബലമാവാൻ സാധ്യതയുണ്ട്. ഓഹരിക്ക് കരുത്ത് കിട്ടണമെങ്കിൽ 120 രൂപ എന്ന കടമ്പ കടക്കേണ്ടതുണ്ട്. RSI ഇപ്പോൾ ന്യൂട്രൽ സോണിലാണ്. അതായത് വലിയ കുതിപ്പിനോ ഇടിവിനോ നിലവിൽ സാധ്യത കുറവാണ്. 110 രൂപ കടന്നാൽ ഒരു കുതിപ്പിന് സാധ്യതയുണ്ട്. 52 ആഴ്ചയിലെ ഉയർന്ന വിലയായ 223 രൂപയിൽ നിന്ന് ഓഹരി ഇപ്പോൾ ഏകദേശം 50%-ലധികം താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത്. അതായത് IPO സമയത്ത് വാങ്ങിയവർക്കും ശേഷം പൊസിഷൻ എടുത്തവർക്കും 50%-ലധികം നഷ്ടം ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു. എങ്കിലും തുടക്കത്തിൽ സൂചിപ്പിച്ച അവസരങ്ങൾ കമ്പനിക്ക് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ആകുമോ എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ വില കുറഞ്ഞ ഓഹരികളും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇടം പിടിക്കാൻ യോഗ്യത നേടിയവരല്ല. ഇത്തരത്തിലുള്ള റിസ്കുകൾ കൂടി പരിഗണിക്കാൻ നമ്മൾ മറക്കരുത്.